നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയാണ് മലപ്പുറത്ത് നിലമ്പൂരിൽ മരുമകളെ അമ്മായിയമ്മ വെട്ടിക്കൊന്ന സംഭവം നാടിനെ മാത്രമല്ല കേരളത്തെ മുഴുവൻ നടുക്കിയത്. അതിൻ്റെ കാരണമായിരുന്നു എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത്. ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കാൻ വൈകിയതിൻ്റെ പേരിലാണ് അമ്മായിമ്മ സ്വന്തം മരുമകളോട്, അതും പേരക്കുട്ടികളടക്കം മുൻപിലുള്ളപ്പോൾ, ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നീട് അവരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം അമ്മായിയമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അവിടെ അവർ പോകുമ്പോൾ കയ്യിലൊരു കവറുണ്ട്, ഒരു പക്ഷേ അത് വസ്ത്രമായിരിക്കാം. വരുന്ന വഴിയിൽ അവരുടെ ദേഹത്തൊക്കെ തന്നെ ഒരു ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിറയെ ചോര പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അവിടെ നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ അവിടെ ചുറ്റും കൂടി നിന്ന് മൊബൈൽ ഫോണിൽ ഇത് ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും മരുമകളെ വെട്ടിക്കൊന്ന സംഭവത്തിൽ പുറത്തു വരുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ കേസിന് കൂടുതൽ സങ്കീർണത നൽകുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ അയൽവാസിയായ ഒരു സ്ത്രീ പങ്കുവച്ച വിവരങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിലും നാട്ടുകാരിലും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇതൊരു ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റാണ്. ആ പോസ്റ്റാണ് വായിക്കുന്നത്. അയൽവാസി പറയുന്നതനുസരിച്ച് മരുമകളും അമ്മായിയമ്മയും തമ്മിൽ ഏറെ നാളായി കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ദിവസവും വഴക്കുണ്ടാകാറുണ്ടെന്നും മരുമകളാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് അവർ ആരോപിക്കുന്നത്. അമ്മായിയമ്മയ്ക്ക് ആവശ്യമായ ഭക്ഷണവും പരിചരണവും ലഭിച്ചിരുന്നില്ലെന്നും സ്വയം എന്തെങ്കിലും തയ്യാറാക്കാൻ ശ്രമിച്ചാൽ പോലും മരുമകൾ തടസ്സപ്പെടുത്തുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തിരുന്നുവെന്നാണ് ഇവരുടെ വാദം. പക്ഷെ നമുക്കൊരിക്കലും ഇതിനെ ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരം കൊല്ലുക എന്നുള്ളതല്ല. ഇനി സംഭവ ദിവസം എന്താണ് നടന്നത് എന്നുള്ളത് അവർ വ്യക്തമാക്കുകയാണ്. സംഭവം നടന്ന ദിവസം രാവിലെയും ഇതേ രീതിയിലുള്ള സംഭവങ്ങളാണ് ഉണ്ടായതെന്ന് പറയുന്നത്. ഇൻസുലിൻ എടുത്തുന്നതിന് പിന്നാലെ ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യത്തിൽ അമ്മായിയമ്മയ്ക്ക് ഒന്നും നൽകാത്തതും ചായ തയ്യാറാക്കാൻ ശ്രമിച്ചപ്പോൾ പോലും ഗ്യാസ് ഓഫ് ചെയ്ത് അത് പുറത്തേക്ക് ഒഴിച്ചു കളഞ്ഞതുമാണ് ആരോപണം. ഇതോടെ അമ്മായിയമ്മയ്ക്ക് ശാരീരിക അസ്വസ്ഥതയും മാനസിക സംഘർഷവും ഒരുമിച്ച് അനുഭവപ്പെട്ടു എന്നാണ് അയൽവാസി വ്യക്തമാക്കുന്നത്. ഇൻസുലിൻ എടുത്ത ശേഷം ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്തരം അവസ്ഥയിലുണ്ടായ ദേഷ്യവും വേദനയും ചേർന്നാണ് ഈ ദാരുണ സംഭവത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയതെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ പുറത്തു വരുമ്പോഴും ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ഭാഗത്തിന്റെ വാദം മാത്രം അടിസ്ഥാനമാക്കി സംഭവത്തെ വിലയിരുത്തുന്നത് തെറ്റായ നിഗമനങ്ങളിലേക്ക് നയിക്കും. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സംഭവത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലവും കാരണവും വ്യക്തമാകേണ്ടതുണ്ട്. കുടുംബത്തിനുള്ളിലെ സംഘർഷങ്ങൾ എത്രത്തോളം ഗൗരവമായിരുന്നു എന്നതും സംഭവത്തിലേക്ക് നയിച്ച യഥാർത്ഥ സാഹചര്യങ്ങളും അന്വേഷണത്തിലൂടെയാണ് വ്യക്തമാകുക. ഒരു ദാരുണമായ കൊലപാതകത്തെ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെങ്കിലും ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും മാനസിക സമ്മർദ്ദങ്ങളും എത്രത്തോളം അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാം എന്നതിൻ്റെ ഗൗരവമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഏതായാലും ഇവിടെ അമ്മായിമ്മ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇനി ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ഇത് കണ്ടിരിക്കുന്നത് കുട്ടികളാണ്. അവരുടെ പേരക്കുട്ടികൾ ആ വീട്ടിലുണ്ടായിരുന്നു. ആ കുട്ടികളാണ് ഇത് കണ്ടിരിക്കുന്നത്. ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകം ആ വീട്ടിൽ നടക്കുന്നത്. ഇവിടെ ഇത് അയൽവാസിയുടെ മൊഴിയാണ്, അല്ലെങ്കിൽ അയൽവാസി പറഞ്ഞിട്ടുള്ള വാദമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം. മോനും കൊച്ചുമക്കളും ഒക്കെയുള്ള പ്രായമായിട്ടുള്ള ഒരാളാണ് ഇവിടെ കൊലപാതകയാവുന്നത്. അവർക്ക് ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇവിടെ പെട്ടെന്നുള്ള മാനസിക സംഘർഷത്തിൻ്റെ പുറത്ത് ചെയ്തു പോകുന്നതിനെ കുറിച്ച്, ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാവാം അവർക്കതിൻ്റെ കുറ്റബോധം പേറുന്നുണ്ടാവുക. വെഞ്ഞാറമൂട് നടന്ന സംഭവം നമുക്കറിയാം. ഒരു കുടുംബത്തിലെ 5 പേരെയാണ് ഒരു യുവാവ്, 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് അതിക്രൂരമായി ഒരു ദിവസം തന്നെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. അതിൽ വീട്ടിലുണ്ടായിട്ടുള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം മറ്റുള്ളവരുടെ മുന്നിലൊക്കെ തന്നെ പരിഹാസ്യനാകേണ്ട ഒരു അവസ്ഥ വന്ന ഒരു മാനസിക സംഘർഷമാണ് യുവാവിന് ഇത്തരത്തിൽ ചെയ്തത്. ആ ഒരു കൊലപാതകവും നാടിനെ നടുക്കിയതായിരുന്നു. ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് വലിയ കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പോസ്റ്റിന് താഴെയും നിരവധി ആളുകളാണ് തങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുന്നത്. ചില കമന്റുകൾ വായിക്കാം.
ഇതിൽ പറഞ്ഞത് ശരിയായിരിക്കാം. ഏത് സ്ത്രീക്കാണ് കത്തിയെടുത്ത് പച്ചയ്ക്ക് ഒരാളെ വെട്ടിക്കൊല്ലാൻ സാധിക്കുക? ഭർത്താവിൻ്റെ അച്ഛനെ വരെ വടിയെടുത്ത് പാമ്പിനെ അടിക്കുന്ന പോലെ അടിക്കുന്ന മരുമകളെ കണ്ടില്ലേ? ഒരു പക്ഷേ അതുപോലത്തെ ഐറ്റമാണെങ്കിലോ നിവർത്തികേട് കൊണ്ട് സ്വന്തം ജീവിതം നശിപ്പിച്ചാലും വേണ്ടില്ല എന്ന നിലയ്ക്ക് വെട്ടിയതാവും. ഭർത്താവിൻ്റെ അമ്മയെ വേലക്കാരികളെ പോലെ കാണുന്ന പ്രവണത ഇന്ന് കൂടി വരികയാണ്. അത്തരം ആളുകൾക്ക് ഇതൊരു പാഠമാവട്ടെ ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമൻറ്റ്, കുറേ നാളായി പുകയുന്ന പ്രശ്നമാണ്, അല്ലാതെ ഒരു വട്ടം ചായ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആരും ചെയ്യില്ല. അവർക്ക് സഹിക്ക വയ്യാതെ ചെയ്ത് കാണും. അവർ താണ് കൊടുത്ത് ഒരു ചായ കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ അമ്മച്ചിക്ക് എത്രയും പ്രായമായി ഓർക്കണമായിരുന്നു. കുഞ്ഞുങ്ങളെയും മകനെയും അനാഥരാക്കിയില്ലേ? ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ മകന് വേറെ പെണ്ണ് കിട്ടും, പക്ഷേ ആ കുഞ്ഞുങ്ങൾ ജീവിതകാലം മുഴുവൻ അമ്മയുടെ ട്രോമയിൽ കഴിയേണ്ടേ? ഇതാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും നല്ലൊരു കാര്യമാണ്. കാരണം ആ കുട്ടികൾക്കാണ് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, സ്വന്തം അച്ഛൻ്റെ അമ്മ ഇത്തരത്തിൽ വെട്ടി വീഴ്ത്തുന്നത് ആ കുട്ടികൾ അത് കണ്ണിൽ കാണുകയാണ്. ആ കുഞ്ഞുങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പ്രായം ചെന്നാലും അവർക്ക് ഈ ട്രോമ അവരെ ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്, ഇൻസുലിൻ എടുത്ത് കുഴഞ്ഞു വീണ സ്ത്രീയാണ് ഇത്രയും ആരോഗ്യമുള്ള മരുമകളെ വെട്ടിക്കൊന്നത്. ഉറുമ്പിനെ കൊന്ന കാര്യമല്ല, ഒരു ആരോഗ്യമുള്ള സ്ത്രീയെ വെട്ടി നുറുക്കി കൊന്ന കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന വയസ്സായിട്ടുള്ള ഈ സ്ത്രീക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഭേദമാക്കി കിട്ടും ജയിലിൽ എന്ന് പറഞ്ഞുകൊണ്ടും കമൻറ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം. ഒരു കുടുംബത്തിലും 2 ലീഡർമാർ ഉണ്ടായിക്കൂടാ. ഒരു രാജ്യത്തിന് 2 രാജാവ് ഉണ്ടായാലേ എന്ന പോലെ ആകും കാര്യങ്ങൾ. കുടുംബനാഥൻ കുടുംബ വിഷയങ്ങൾ കുടുംബാംഗങ്ങളുമായി ഇടപെട്ട് പരിഹരിച്ച് പോകണം. സ്വയം അതിന് കഴിയാതെ വന്നാൽ മറ്റുള്ളവരുടെ സഹായത്തോടെ പരിഹരിക്കണം. മനസ്സംഘർഷം മൂലം കൊലപാതകം നടന്ന റിപ്പോർട്ടുകൾ വേറെയും കണ്ടിട്ടുണ്ട്. അമ്മായിയമ്മ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനുള്ള കാരണം മരുമകൾ നല്ലവളല്ല എന്ന് അന്നേ തോന്നിയിരുന്നു. ഏതൊരു മനുഷ്യനും സമനില തെറ്റുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് തോന്നും വേണ്ടായിരുന്നു എന്ന്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പൂച്ച ഒരു പാവം ജീവിയാണ്, പക്ഷെ അതിനെ ഒരു റൂമിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ച് നോക്കൂ, അത് തിരിച്ചടിക്കും, രക്ഷയില്ല എന്ന് കണ്ടാൽ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ പോകുന്നത്. തീർച്ചയായിട്ടും ആളുകൾ അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് അവർ പറയുന്നതനുസരിച്ചിട്ട് കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല. അല്ലെങ്കിൽ തനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് കരുതിയിട്ട് തനിക്ക് തോന്നുന്ന ആ ഒരു പ്രശ്നത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ കൊല്ലുക എന്നുള്ളതല്ല. അത്തരത്തിലുള്ള മാനസിക സംഘർഷാവസ്ഥകളെ തരണം ചെയ്തു പോകാനായിട്ട് മനുഷ്യരെ കൊണ്ട് സാധിക്കണം. അതുപോലെ തന്നെ ഇവിടെ മരുമകളുടെ ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കുറേ കാലങ്ങളായിട്ട് ആ വീട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതാണ് എന്നുള്ളതും കൂടിയാണ് ആ ഒരു അമ്മയെ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യാനായിട്ട് നയിച്ചത് എന്നാണ് ചിലർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും മരിച്ച രജിലയും ശാന്തയും, രജിലയുടെ 2 പെൺകുട്ടികളുമായിരുന്നു ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലെ ഗ്യാസ് അടുപ്പിൽ ചായ ഉണ്ടാക്കുന്നതിൽ രജിലയും ശാന്തയും തമ്മിൽ വഴക്കുണ്ടായി. ശാന്ത ഉണ്ടാക്കിയ ചായ രജില എടുത്തു കളഞ്ഞതാണ് പ്രകോപനത്തിന് കാരണം. പ്രകോപിതയായ ശാന്ത അരിവാൾ ഉപയോഗിച്ചാണ് രജിലയെ വെട്ടിയത്. കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ രജിലയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൽ അനാഥരായത് ഈ ചെറിയ 2 കുട്ടികളാണ്. അച്ഛൻ സുനിൽ ബാബു ജോലിക്ക് പോയ സമയത്താണ് രജിലയെ ശാന്ത വെട്ടിക്കൊലപ്പെടുത്തിയത്. കുട്ടികളുടെ കരച്ചിൽ കേട്ടാണ് അയൽക്കാർ ഓടിയെത്തിയതും അവരെ രജിലയെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയത്. പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഏതായാലും കേസന്വേഷണം നടക്കുകയാണ്. ആ ഒരു കുടുംബത്തിനുള്ളിൽ, ആ ഒരു വീടിനുള്ളിൽ മാത്രം തന്നെയാണ് ഇതൊരു സംഭവം നടന്നിരിക്കുന്നത്. കൂടുതൽ തെളിവെടുപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്.